ഹായ് കൂട്ടുകാരെ, ഞാൻ ഷാന സഫൂറിയാണ്. ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് ഗൃന്ഥാലാബിൻ്റെ ഒരു പ്രാർത്ഥന ചെയ്യാനാണ്. ആ ഗൃന്ഥാലാബിൻ്റെ പ്രാർത്ഥനത്തിൻ്റെ പേരാണ് സംഖ്യ വായിക്കുന്ന പാത്രം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ മുത്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മഞ്ചാടിയാണെങ്കിലും എടുക്കാം. ഈ മൂന്ന് ഇതിൽക്കും ഇത്തിരി ഇത്തിരിയായി നമുക്ക് ഇടാം. ഞാൻ 15 മുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 പാത്രത്തേക്കും വീതിക്കാം. ഈ ഒന്നാമത്തെ പാത്രത്തിൽ എത്ര മുത്തുകളുണ്ടെന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് നോക്കാം. 1 2 3 4 5 6. ഇതിൽ നമുക്ക് 6+ എഴുതാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാത്രത്തിലേക്ക് എടുക്കാം. 1 2 3 4. +4 എഴുതാം. ഇനി നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം. 1 2 3 4 5. നമുക്ക് 5 ഇടാം. 6 + 4 10. അപ്പോൾ 10ൻ്റെ കൂടെ 5 കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. ഇപ്പോൾ നമുക്ക് ആദ്യം ഒന്നും കൂടി ഇട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പാത്രത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് എണ്ണി നോക്കാം. 1 2 3 4 5. ഇനി നോട്ട് ബുക്കിലേക്ക് 5+ നമുക്ക് എഴുതാം. രണ്ടാമത്തെ പാത്രത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. 1 2 3 4 5. നമുക്ക് 5 കിട്ടി. വീണ്ടും നമുക്ക് 5+ എഴുതാം. മൂന്നാമത്തെ പാത്രത്തിലേക്ക് നമുക്ക് നോക്കാം. 1 2 3 4 5. വീണ്ടും നമുക്ക് 5 കിട്ടി. ഇനി നമുക്ക് 5 എഴുതാം. 5 + 5 10. 10 + 5 15. അപ്പോൾ നമുക്ക് 15 കിട്ടി. ഇതേപോലെയാണ് ഗൃന്ഥാലാബിൻ്റെ സംഖ്യ വായിക്കുന്ന പാത്രം കളിക്കുക.
ഇങ്ങനെ നിങ്ങളും കളിച്ച് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ 15 മുത്തുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15ന്റെ വ്യാഖ്യാനങ്ങൾ കിട്ടും. നിങ്ങൾക്ക് 10ഓ 6ഓ എടുത്താൽ 6ന്റെ വ്യാഖ്യാനം കിട്ടും, 10ന്റെ വ്യാഖ്യാനം കിട്ടും. അങ്ങനെ ഏതെടുത്താലും അതിൻ്റെ വ്യാഖ്യാനം തന്നെ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ. ഇങ്ങനത്തെ അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും